2 ദിനവൃത്താന്തം 31 അധ്യായം. ഇതൊക്കെയും തീർന്ന ശേഷം വന്നുകൂടിയിരുന്ന എല്ലാ ഇസ്രായേലും യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് സ്തംഭവിഗ്രഹങ്ങളെ തകർത്തു. എല്ലാ യഹൂദയിലും ബെന്യാമീനിലും എഫ്രൈമിലും മനശ്ശെയിലുമുള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടി പൂജാഗിരികളെയും ബലിപീഠങ്ങളെയും ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാവരും ഓരോരുത്തൻ താന്താൻ്റെ പട്ടണത്തിലേക്കും അവകാശത്തിലേക്കും മടങ്ങിപ്പോയി. അനന്തരം യെഹിസ്കീയാവ് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൂറായി ഓരോരുത്തനെ അവനവൻ്റെ ശുശ്രൂഷ പ്രകാരം പുരോഹിതന്മാരെയും ലേവ്യരെയും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാനും യഹോവയുടെ പാളയത്തിൻ്റെ വാതിലുകളിൽ ശുശ്രൂഷിപ്പാനും സ്തോത്രം ചെയ്ത് വാഴ്ത്തുവാനും നിയമിച്ചു. രാജാവ് ഹോമയാഗങ്ങൾക്കായിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കാലത്തെയും വൈകുന്നേരത്തെയും ഹോമയാഗങ്ങൾക്കായിട്ടും ശബ്ബത്തുകളിലും അമാവാസ്യകളിലും ഉത്സവങ്ങളിലുമുള്ള ഹോമയാഗങ്ങൾക്കായിട്ടും തന്നെ സ്വന്തം വകയിൽ നിന്ന് ഒരു ഓഹരി നിശ്ചയിച്ചു. യെരുശലേമിൽ പാർത്ത ജനത്തോട് അവൻ പുരോഹിതന്മാരും ലേവ്യരും യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഉറ്റിരിക്കേണ്ടതിന് അവരുടെ ഓഹരി കൊടുപ്പാൻ കൽപ്പിച്ചു. ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രായേൽ മക്കൾ ധാന്യം, വീഞ്ഞ്, എണ്ണ, തേൻ, വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യഫലം വളരെ കൊണ്ടുവന്നു. എല്ലാറ്റിൻ്റെയും ദശാംശവും അനവധി കൊണ്ടുവന്നു. യഹൂദ നഗരങ്ങളിൽ പാർത്ത ഇസ്രായേല്യരും യഹൂദ്യരും കൂടെ കാളകളിലും ആടുകളിലും ദശാംശവും തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിവേദിച്ചിരുന്ന നിവേദിത വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്ന് കൂമ്പാരമായി കൂട്ടി. 3-ാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടി തുടങ്ങി 7-ാം മാസത്തിൽ തീർത്തു. യെഹിസ്കീയാവും പ്രഭുക്കന്മാരും വന്നു കൂമ്പാരങ്ങളെ കണ്ടപ്പോൾ അവർ യഹോവയെയും അവൻ്റെ ജനമായ ഇസ്രായേലിനെയും വാഴ്ത്തി. യെഹിസ്കീയാവ് കൂമ്പാരങ്ങളെക്കുറിച്ച് പുരോഹിതന്മാരോടും ലേവ്യരോടും ചോദിച്ചു. അതിന് സാദോക്കിൻ്റെ ഗൃഹത്തിൽ മഹാപുരോഹിതനായ അസര്യാവ് അവനോട്, ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു തുടങ്ങിയത് മുതൽ ഞങ്ങൾ തിന്നു തൃപ്തരായി വളരെ ശേഷിപ്പിച്ചുമിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യെഹിസ്കീയാവ് യഹോവയുടെ ആലയത്തിൽ അറകൾ ഒരുക്കുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ഒരുക്കിയ ശേഷം വഴിപാടുകളും ദശാംശങ്ങളും നിവേദിത വസ്തുക്കളും വിശ്വസ്തയോടെ അകത്തു കൊണ്ടുവന്നു. ലേവ്യനായ കോനന്യാവ് അവയ്ക്ക് മേൽവിചാരകനും അവൻ്റെ അനുജൻ ശിമെയി രണ്ടാമനുമായിരുന്നു. യെഹിസ്കീയ രാജാവിൻ്റെയും ദൈവാലയ പ്രമാണിയായ അസര്യാവിൻ്റെയും ആജ്ഞപ്രകാരം യഹിയേൽ, അസസ്യാവ്, നഹത്ത്, അസാഹേൽ, യെരീമോത്ത്, യോസാബാദ്, എലിയേൽ, ഇസ്മഖ്യാവ്, മഹത്ത്, ബനായാവ് എന്നിവർ കോനന്യാവിൻ്റെയും അവൻ്റെ അനുജൻ ശിമെയിയുടെയും കീഴിൽ വിചാരകന്മാരായിരുന്നു. കിഴക്കേ വാതിൽ കാവൽക്കാരനായി ലേവ്യനായ യിമ്നയുടെ മകനായ കോരെ യഹോവയുടെ വഴിപാടുകളെയും അതിവിശുദ്ധ വസ്തുക്കളെയും വിഭാഗിച്ചു കൊടുപ്പാൻ ദൈവത്തിനുള്ള ഔദാര്യ ദാനങ്ങൾക്ക് മേൽവിചാരകനായിരുന്നു. അവൻ്റെ കീഴിൽ തങ്ങളുടെ സഹോദരന്മാർക്കും വലിയവർക്കും ചെറിയവർക്കും കൂറുകൂറായി കൊടുപ്പാൻ ഏദൻ, മിന്യാമീൻ, യേശുവ, ശെമയ്യാവ്, അമര്യാവ്, ശെഖന്യാവ് എന്നിവർ പുരോഹിത നഗരങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. 3 വയസ്സ് മുതൽ മേലോട്ട് വംശാവലിയിൽ ചാർത്തപ്പെട്ടിരുന്ന ആണുങ്ങളായി ഓരോ ദിവസത്തിൻ്റെ ആവശ്യം പോലെ കൂറുകൂറായി താന്താങ്ങളുടെ തവണയ്ക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ആലയത്തിൽ വരുന്നവരെയും പുരോഹിതന്മാരുടെ വംശാവലിയിൽ പിതൃഭവനമായി ചാർത്തപ്പെട്ടവരെയും 20 വയസ്സ് മുതൽ മേലോട്ട് കൂറുകൂറായി താന്താങ്ങളുടെ തവണ മുറയ്ക്ക് ചാർത്തപ്പെട്ട ലേവ്യരെയും ഒഴിച്ചിരുന്നു. സർവ്വസഭയിലും അവരുടെ എല്ലാ കുഞ്ഞുങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി വംശാവലിയിൽ ചാർത്തപ്പെട്ടവർക്കും കൂടെ ഓഹരി കൊടുക്കേണ്ടതായിരുന്നു. അവർ തങ്ങളുടെ ഉദ്യോഗങ്ങൾക്കൊത്തവണ്ണം തങ്ങളെ തന്നെ വിശുദ്ധിയിൽ വിശുദ്ധീകരിച്ചു പോന്നു. പുരോഹിതന്മാരുടെ സകല പുരുഷപ്രജയ്ക്കും ലേവ്യരിൽ വംശാവലിയായി ചാർത്തപ്പെട്ട എല്ലാവർക്കും ഓഹരി കൊടുക്കേണ്ടതിന് അവരുടെ പട്ടണങ്ങളുടെ പുൽപ്പുറ പ്രദേശങ്ങളിലെ അഹരോന്യരായ പുരോഹിതന്മാർക്കും ഓരോ പട്ടണത്തിൽ പേർവിവരം പറഞ്ഞിരുന്ന പുരുഷന്മാരുണ്ടായിരുന്നു. യെഹിസ്കീയാവ് യഹൂദയിലൊക്കെയും ഈ വണ്ണം ചെയ്തു. തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവും ആയുള്ളത് പ്രവർത്തിച്ചു. അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു. അധ്യായം 32. ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സൻഹേരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. സൻഹേരീബ് വന്ന് യെരുശലേമിനെ ആക്രമിപ്പാൻ ഭാവിക്കുന്നു എന്ന് യെഹിസ്കീയാവ് കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം
നിർത്തിക്കളയേണ്ടതിന് തൻ്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. അവർ അവനെ സഹായിച്ചു. അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി. അശ്ശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിൻ്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു. അവൻ ധൈര്യപ്പെട്ടു. ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു. ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി. ദാവീദിൻ്റെ നഗരത്തിലെ മില്ലോവിൻ്റെ കേടും പോക്കി അനവധി കുന്തവും പരിചയും ഉണ്ടാക്കി. അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു. അവരെ നഗരവാതിൽക്കലുള്ള വിശാല സ്ഥലത്ത് തൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂട്ടി അവരോട് ഹൃദ്യമായി സംസാരിച്ചു. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെ ഉണ്ട്. അവനോടുകൂടെ മാംസഭുജമേയുള്ളൂ. നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ യെഹിസ്കീയാവിൻ്റെ വാക്കുകളിൽ ആശ്രയിച്ചു. അനന്തരം അശ്ശൂർ രാജാവായ സൻഹേരീബ് അവനും അവനോട് കൂടെയുള്ള സൈന്യമൊക്കെയും ലാഖീഷിനരികെ ഉണ്ടായിരുന്നു. തൻ്റെ ദാസന്മാരെ യെരൂശലേമിലേക്ക് യഹൂദ രാജാവായ യെഹിസ്കീയാവിൻ്റെയും യെരൂശലേമിലെ സകല യഹൂദ്യരുടെയും അടുക്കൽ അയച്ചു പറയിച്ചതെന്തെന്നാൽ, അശ്ശൂർ രാജാവായ സൻഹേരീബ് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ യെരൂശലേമിൽ നിരോധം സഹിച്ചു പാർപ്പാൻ എന്തോന്നിലാകുന്നു ആശ്രയിക്കുന്നത്? നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് യെഹിസ്കീയാവ് പറഞ്ഞ് വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ? അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയുകയും യഹൂദയോടും യെരൂശലേമിനോടും നിങ്ങൾ ഒരേ പീഠത്തിന് മുമ്പിൽ നമസ്കരിച്ച് അതിന്മേൽ ധൂപം കാട്ടണം എന്ന് കൽപ്പിക്കുകയും ചെയ്തത് ഈ യെഹിസ്കീയാവ് തന്നെയല്ലോ. ഞാനും എൻ്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞുവോ? എൻ്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതിയുടെ സകല ദേവന്മാരിലും വെച്ച് ഒരുവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ? ആകയാൽ യെഹിസ്കീയാവ് നിങ്ങളെ ചതിക്കരുത്, ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത്. നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അരുത്. യാതൊരു ജാതിയുടെയോ രാജ്യത്തിൻ്റെയോ ദേവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നത് എങ്ങനെ? അവൻ്റെ ദാസന്മാർ യഹോവയായ ദൈവത്തിനും അവൻ്റെ ദാസനായ യെഹിസ്കീയാവിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു. അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരുന്നതുപോലെ യെഹിസ്കീയാവിൻ്റെ ദൈവവും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയില്ല എന്നിങ്ങനെ അവൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു. പട്ടണം പിടിക്കേണ്ടതിന് അവർ യെരൂശലേമിൽ മതിലിന്മേൽ ഉള്ള ജനത്തെ പേടിപ്പിച്ച് ഭ്രമിപ്പാൻ യഹൂദ്യ ഭാഷയിൽ അവരോട് ഉറക്കെ വിളിച്ചു. മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെക്കുറിച്ച് എന്ന പോലെ യെരൂശലേമിൻ്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് നിമിത്തം യെഹിസ്കീയാ രാജാവും ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിൻ്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെ യഹോവ യെഹിസ്കീയാവെയും യെരൂശലേം നിവാസികളെയും അശ്ശൂർ രാജാവായ സൻഹേരീബിൻ്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ചു. അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി. പലരും യെരൂശലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായ യെഹിസ്കീയാവിന് വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു. അവൻ അന്നു മുതൽ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു. ആ കാലത്ത് യെഹിസ്കീയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരം അരുളി ഒരു അടയാളവും കൊടുത്തു. എന്നാൽ യെഹിസ്കീയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപമുണ്ടായി. എങ്കിലും തൻ്റെ ഗർവത്തെക്കുറിച്ച് യെഹിസ്കീയാവും യെരൂശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം യെഹിസ്കീയാവിൻ്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല. യെഹിസ്കീയാവിന് അനവധി ധനവും മാനവും ഉണ്ടായിരുന്നു. അവൻ വെള്ളി, പൊന്ന്, രത്നം, സുഗന്ധവർഗം,
പരിച, സകലവിധ മനോഹര വസ്തുക്കൾ എന്നിവയ്ക്കായി ഭണ്ഡാരഗൃഹങ്ങളും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്ന അനുഭവങ്ങൾക്കായി പാണ്ടികശാലകളും സകലവിധ മൃഗങ്ങൾക്കും പുരകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉണ്ടാക്കി. ദൈവം അവന് അനവധി സമ്പത്ത് കൊടുത്തിരുന്നത് കൊണ്ട് അവൻ പട്ടണങ്ങളെയും ആടുമാട് കൂട്ടങ്ങളെയും വളരെ സമ്പാദിച്ചു. ഈ യെഹിസ്കീയാവ് തന്നെ ഗീഹോൻ വെള്ളത്തിൻ്റെ മേലത്തെ ഒഴുക്ക് തടുത്ത് ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് താഴോട്ട് വരുത്തി. അങ്ങനെ യെഹിസ്കീയാവ് തൻ്റെ സകല പ്രവൃത്തികളിലും കൃതാർത്ഥനായിരുന്നു. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവൻ്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. യെഹിസ്കീയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സൽപ്രവൃത്തികളും ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ്റെ ദർശനത്തിലും യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. യെഹിസ്കീയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്കുള്ള കയറ്റത്തിങ്കൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മരണസമയത്ത് എല്ലാ യഹൂദയും യെരൂശലേം നിവാസികളും അവനെ ബഹുമാനിച്ചു. അവൻ്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി.